കരുണാനിധിയുടെ ഈ പ്രസംഗവും അദ്ദേഹത്തിന്റെ പുറകെയുള്ള യാത്രകളും പറഞ്ഞു. അതുപോലെ വൈക്കോയുടെ ഒരു പ്രസംഗം പലപ്പോഴും താങ്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വൈക്കോ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. വൈക്കോ വല്ലാത്ത വൈബാ. കല്ലടയെക്കുറിച്ച് എന്നൊരു സ്ഥലത്ത് ജനം തിങ്ങി നിറഞ്ഞു. അന്ന് വൈക്കോ DMK-ലില്ല, MDMK. ഇപ്പോൾ DMK സഖ്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആണ് ഇപ്പോൾ DMK സഖ്യത്തില. അന്ന് MDMK സ്റ്റാലിനെയൊക്കെ വരുന്നതിൻ്റെ പേരിൽ പാർട്ടി വിട്ട ആളാണ്. ഭയങ്കരമായിട്ട് ജനക്കൂട്ടം. ഇപ്പൊ വിജയ്ക്കൊക്കെ സംഭവിച്ചത് അന്ന് സംഭവിക്കാത്ത ബാക്കി അത്രയ്ക്ക് ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ മനുഷ്യൻ വന്ന് പ്രസംഗം ഭയങ്കര പ്രസംഗകനാണെന്ന് എനിക്കറിയാം. അതും ഈ മൊബൈൽ ഫോണിന്റെ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ 3310 മൊബൈൽ ഞാനവിടെ ചെന്നപ്പം അഭിസംബോധനയൊന്നുമില്ല. മക്കളെ വന്ന് മൈക്കിന്റെ മുമ്പ് നിന്നിട്ട് ഒരു ദീർഘനിശ്വാസം. ഇത് കല്ലടയെക്കുറിച്ചിയാ അതാ കടലലയെക്കുറിച്ചിയാ. കല്ലടയെക്കുറിച്ചുന്ന സ്ഥലത്തിനെ കടല. എന്റെ അമ്മോ കയ്യടി. മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ മറന്നു. ഞാൻ കൈയടിച്ചോണ്ടിരുന്നു. വൈക്കോ പെരിയ പേച്ചാളർ. തമിഴ് മനോഹരമായ കവിത. കല്ലടയെക്കുറിച്ചിൽ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ തന്നെ ഇതാണ് പറയുന്നത്. ഇത് വന്ന് കല്ലടയെക്കുറിച്ചിയാ അതാ കടലലയെക്കുറിച്ച്. അപ്പൊ കടല് ഓ പുരക്ഷി പുയൽ വൈക്കോ വാഴ്ക വാഴ്ക. ഞാനും വിളിച്ചു 2 വിളി. തമിഴ്നാടിന് വേണ്ടി ഭരിക്കുന്ന ആളാണ്. തമിഴ് വംശജെന്ന് വെച്ചാൽ ഭയങ്കര ഇതാ. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പക്ഷെ തുറന്ന പെരുമാറ്റമാണെന്നേ. അന്ന് അവിടുന്ന് കിട്ടിയ അമരൻ പേരുമായിട്ട് DMK ഭരണം പോയപ്പോൾ നമ്മളെ കമ്പനി പൂട്ടി. ഞാൻ തിരിച്ചിങ്ങി വന്നു. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും ചിലപ്പോൾ ഒരു മിനിസ്ട്രി മാറി മറ്റൊരു മിനിസ്ട്രി വരുമ്പോൾ അത് ചിലപ്പോൾ മൊത്തം പൂട്ടിപ്പോകും. അങ്ങനെ അമരൻ ചേട്ടൻ പീരീഡ് കഴിഞ്ഞു. പിന്നെ താങ്കളെ സംബന്ധിച്ച് കരുണാനിധിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു. സ്വാഭാവികമായിട്ടും ജയലളിത വരുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം